നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ബബിത ലേഖൽ റാക് മാതൃസമാജം നടത്തുന്ന മാതാവിന്റെ വണക്കമാസത്തിന്റെ വചനവേദിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനം. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം ഗബ്രിയേൽ മാലാഖ വിശുദ്ധ അമ്മയോട് പറഞ്ഞ അഭിവാദ്യമാണ്. എന്നാൽ ഇതൊരു അഭിവാദ്യം മാത്രമായിരുന്നില്ല, ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു വിളിയും വെളിപ്പെടുത്തലുമാണ്. ദൈവകൃപ നിറഞ്ഞവളെ എന്നത് പരിശുദ്ധ അമ്മയുടെ മഹത്വം അവളുടെ സമ്പത്തിലെ സ്ഥാനത്വമല്ല, അവളുടെ ഹൃദയത്തിലാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അവൾ ദൈവകൃപയ്ക്ക് തുറന്ന ഒരു പാത്രമായിരുന്നു. അവളുടെ വിശ്വാസം, വിനയം, ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയം ഇതെല്ലാം പരിശുദ്ധ അമ്മയെ കൃപ നിറഞ്ഞവളാക്കി. അതുപോലെ കർത്താവ് നിന്നോട് കൂടെ എന്നത് ഒരു വാഗ്ദാനമാണ്. ബൈബിളിലെ പ്രധാന വ്യക്തികൾക്കെല്ലാം, ഉദാഹരണത്തിന് മോശ, ഗിദെയോൻ എന്നീ ആൾക്കാർക്ക് വലിയ ദൗത്യങ്ങൾ നൽകുന്നതിന് മുമ്പ് ദൈവം നൽകുന്ന ഒരു ഉറപ്പാണിത്: ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നത്. പരിശുദ്ധ മറിയത്തിന്റെ കാര്യത്തിലും ലോകരക്ഷകന്റെ അമ്മയാകുന്ന എന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ദൈവം നൽകിയ ധൈര്യവും ഉറപ്പുമാണ് ഇത്. ഇതിനാൽ പല അനിശ്ചിതങ്ങളും വേദനകളിലും പരിശുദ്ധ അമ്മ ഉറച്ചു നിന്നു. ഈ വചനത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പല പ്രശ്നങ്ങളും ഭയങ്ങളും വേദനകളും വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ദൈവം നമ്മളെ ഒരിക്കലും വിട്ടുപോകുകയില്ല, എല്ലാം ഇപ്പോഴും നമ്മോട് കൂടെയുണ്ട് എന്ന ഉള്ള ഉറച്ച വിശ്വാസമാണ്. ഈ ഒരു തിരുവചനത്തിൽ നാം ഓർക്കേണ്ടത്, ദൈവകൃപ നിറഞ്ഞ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകും. ദൈവം കൂടെയുണ്ടെങ്കിൽ ജീവിതം ഭയമില്ലാതെ മുന്നോട്ട് പോകും എന്നതാണ് നമ്മളുടെ ശക്തി. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.